പത്മജ പാർട്ടിയെ ചതിച്ചോ എന്നതാണ് നമ്മുടെ ചോദ്യം. പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന വാചകം വന്നിരിക്കുന്നത് പത്മജയുടെ സഹോദരൻ കെ മുരളീധരനിൽ നിന്നാണ്. അപ്പോൾ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് മാത്രമല്ല, തനിക്ക് സഹോദരിയുമായുള്ള ബന്ധം താൻ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുപോലെ കെ കരുണാകരൻ്റെ ശവകുടീരം നിൽക്കുന്ന വീട് മുരളി മന്ദിരം, അവിടെ സംഘികൾക്ക് നിരങ്ങാൻ അനുവാദം നൽകുകയില്ല എന്ന വളരെ ശക്തമായ വാക്കുകളാണ് കെ മുരളീധരൻ നടത്തിയത്. അതൊരു തരത്തിൽ പാർട്ടി പ്രതിരോധത്തിലായ ഒരു സന്ദർഭത്തിൽ പാർട്ടിയെ സംരക്ഷിക്കാൻ എടുത്തിരിക്കുന്ന ഒരു നടപടി കൂടിയാണ്. ആ നിലയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടത് കെ മുരളീധരനാണെന്നുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ വർക്ക് അറ്റ് ഹോം നേതാവായിരുന്നു എന്നുള്ളത്. പത്മജ എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. തൃശ്ശൂരിലും ജയിക്കാനിടയുള്ള നല്ല സ്ഥലങ്ങളിലാണ്, നല്ല മണ്ഡലങ്ങളിലാണ് അവരെ പലതവണ നിർത്തിയത്. അവിടെയൊക്കെ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിന് ചില കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റെ പരാജയത്തിന് കാരണക്കാരായ നേതാക്കൾക്കെതിരെ എഴുതി തന്നെ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആർക്കെതിരെയാണോ പരാതിപ്പെട്ടത് അവർക്കൊരു സ്ഥാനമാനം നൽകിക്കൊണ്ട് തൃശ്ശൂരിൽ തന്നെ അവരോധിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നൊരു വിഷയം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ ശേഷവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു. അതിനുശേഷം അവർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയം മുതൽ അവർ മോദിയെ ആരാധിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മോദിയെ ആരാധിക്കുന്ന കുറേ നേതാക്കൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു. ഒരു 30 എന്ന കണക്കൊക്കെ കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പറഞ്ഞ കണക്കുകൾ നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് ആ കണക്ക് വിശ്വസിച്ചുകൂടാ. പക്ഷേ പല നേതാക്കളും ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു, ഏത് ഘട്ടത്തിലും അങ്ങോട്ട് പോകാൻ ചാഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ എന്താണ് ഓഫർ? അതാണ് നമുക്കിനി അറിയേണ്ടത്. അത് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വമാണെന്ന് പറയുന്നു. അതല്ലെങ്കിൽ ഇനി അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യസഭ സ്ഥാനാർത്ഥിയാകുമോ, രാജ്യസഭയിലേക്ക് എത്തുമോ? ഇനി അതല്ല ഗവർണർ പദവിയാണോ? ഇനി അതല്ല മറ്റെന്തെങ്കിലും രൂപത്തിലാണോ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ പണമായും പദവിയായാലും മുന്നോട്ട് വെച്ച് നീട്ടുന്നു. അത് സ്വീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ സദാസന്നദ്ധരായി നിൽക്കുകയാണ്. ഈ ഞങ്ങളിൽ നിന്ന് പോയവരുടെ കണക്ക് എന്ന് കോൺഗ്രസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, രാഹുൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 500ഓളം നേതാക്കൾ, അതിൽ 250 പേരെങ്കിലും MLA-മാരും MP-മാരുമായവരാണ്. അപ്പോൾ എല്ലാ തരത്തിലും പാർട്ടിയിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ യഥാസമയത്തൊക്കെ വാങ്ങുകയും അത് അനുഭവിക്കുകയും ചെയ്ത ശേഷം ഒരു ഘട്ടം എത്തുമ്പോൾ ഇനി അപ്പുറത്തുനിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം എന്ന രൂപത്തിൽ പോകുന്നത് എന്ത് നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോൺഗ്രസ് എന്ന പാർട്ടിക്കൊരു നയം, നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിനനുസരിച്ച് ജീവിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കണം. അപ്പോൾ അത് എവിടെയൊക്കെയോ ചോർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് ചൂണ്ടിക്കാണിക്കുക. ഇപ്പോൾ നോക്കൂ, അവർ മുകുന്ദപുരത്ത് മത്സരിച്ചു. തൃശ്ശൂരിൽ 2 തവണ അവർക്ക് സീറ്റ് നൽകി. KTDC ചെയർപേഴ്സൺ സ്ഥാനത്തുണ്ടായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. AICC അംഗമായിരുന്നു. പുനഃസംഘടിപ്പിച്ച രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥാനങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട്. പരാജയപ്പെട്ട ശേഷവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പത്മജ ഈ സ്ഥാനങ്ങളൊക്കെ ലഭിച്ച ശേഷം BJP-യിലേക്ക് പോകുമ്പോൾ, ഇനി BJP-യിൽ എത്തിക്കഴിഞ്ഞാൽ പത്മജയെ കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന ഞെട്ടൽ നേരത്തെ MP നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുകയാണ്. കെ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും മക്കളിതാ BJP-യിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇവിടെയല്ല പറയുക, ദേശീയ തലത്തിലാണ് പറയുക. അപ്പോൾ അത് ഒരു തരത്തിലൊരു ഞെട്ടൽ അവിടെയുള്ളവർക്കും ഉണ്ടാക്കുക. പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ഇവിടെ എത്തിയല്ലോ, ആ മക്കളെ കൊണ്ട് ഈ പാർട്ടിക്ക് ഗുണമുണ്ടോ എന്നുള്ള കാര്യം മറ്റൊരു വിഷയമായി അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് വലിയ രൂപത്തിലൊരു പ്രചാരണ വിഷയമാക്കും. ഇവിടെ നേരെ മറിച്ച് CPM-നായാലും അത് പറയാൻ സാധിക്കും. CPM അതേ കാര്യം തന്നെ പറയും. നോക്കൂ, അതാ AK ആൻ്റണിയുടെയും കെ കരുണാകരൻ്റെ മക്കൾ എവിടെയാണ് വന്ന് ചേക്കേറിയിരിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ P ജയരാജൻ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ അനിയത്തി പോയി ഇതാ ഏട്ടന് ഉടനെ പോകുമെന്ന് പറയുന്നു. പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിശക്തമായി തന്നെയാണ് കെ മുരളീധരൻ പ്രതികരിച്ചിട്ടുള്ള. നേമത്ത് രാജഗോപാലിനെ പരാജയപ്പെടുത്തിയ ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ കെ മുരളീധരൻ അങ്ങനെ പോകില്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ ഏതൊക്കെ നേതാക്കൾ ഇനി അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ തൃശ്ശൂരിലാണെങ്കിലും ഇപ്പോൾ പത്മജ പോയ ശേഷം അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറയുമ്പോഴും അവിടുത്തെ പ്രവർത്തകർ, പത്മജയോട് അടുത്ത പ്രവർത്തകർ പോകാതിരിക്കാൻ പെട്ടെന്ന് DCC യോഗം വിളിക്കുകയും ബൂത്ത് തലം മുതലുള്ള നേതാക്കൾ അടിയന്തര യോഗം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് ചോദിച്ചാൽ ചതിച്ചിട്ടുണ്ട്, തിരിച്ച് തന്നെയും ചതിച്ചു എന്നുള്ള വാദം അവർ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് ആ വാഹനത്തിൽ കയറ്റാൻ പത്മജയെ സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ട്. പല ഘട്ടങ്ങളിലുമായിട്ടും ഈ കുടുംബത്തെ, അതായത് കെ കരുണാകരനെയും മുരളീധരനെയായാലും പത്മജിയായാലും പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രം തിരഞ്ഞെടുപ്പുകളിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, പല സമയത്തായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിയിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നിൽ നിന്ന് കുത്തലും പരാജയപ്പെടുത്തലും ഒക്കെ ഈ പാർട്ടിയുടെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ പത്മജ പറയുന്നതിൽ അർത്ഥസത്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ തൃശ്ശൂരിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അതേസമയം അതിനുശേഷം വലിയ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പിന്നീട് പരാജയപ്പെടുകയാണ്, അങ്ങനെ പറയാം. പക്ഷേ അവർ ഈ പറയുന്ന പോലെ പുറത്തിറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങ് വിയർത്ത് നടക്കുന്ന ഒരു നേതാവായി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ രൂപത്തിൽ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് ചോദിക്കുമ്പോൾ പത്മജ പാർട്ടിയെ ചതിച്ചു എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.
Meet the editors.